വചനം അതിൽ തന്നെ ദൗത്യമുള്ളതാണ്, അതിൽ തന്നെ ശക്തിയുള്ളതാണ്, അതിൽ തന്നെ ദൈവികമാണ് വചനം. നോക്കിക്കേ, യെശയ്യാ 55-ാം അധ്യായത്തിൽ 10-11 മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. അത് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവവചനം സ്വർഗശക്തി, ദൈവശക്തി, ദൈവപിതാവിൻ്റെ ശക്തി നിറഞ്ഞതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞതാണ്, യേശുവിൻ്റെ ശക്തി നിറഞ്ഞതാണ്. ആ വചനം ദൈവം തന്നെയാണ്. ആ വചനം ദൈവം ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ആ വചനം ചെയ്യും. ആ വചനം രോഗിയെ സുഖപ്പെടുത്തും. ആ വചനം സൃഷ്ടി ഇല്ലാത്തടത്ത് സൃഷ്ടികർമ്മം പൂർത്തിയാക്കും. ആ വചനം പാപങ്ങൾ കഴുകും. ആ വചനം ഹൃദയങ്ങളെ മാംസളമാക്കും. ആ വചനം മരിച്ചവരെ ഉയർപ്പിക്കും. ആ വചനം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അതുകൊണ്ട് ജ്ഞാനമുള്ളവർ വചനം കേൾക്കാൻ ഒരു അവസരം കിട്ടിയപ്പെടില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ കോവിഡ് കാലത്ത് അവർക്ക് ബെറ്ററായിട്ട് വേറെ ജോലി കിട്ടിയപ്പോൾ ചില വചനപ്രഘോഷകർ വചനപ്രഘോഷണം നിർത്തി ജോലിക്ക് പോയി. കുഴപ്പമില്ല, ഏസാവ് തൻ്റെ കടിഞ്ഞൂൽപത്രസ്ഥാനം വിറ്റ് കളഞ്ഞതുമാതിരി വിലപ്പെട്ടൊരു കാര്യം വിറ്റ് കളഞ്ഞു.